ഉപഭോഗ സംസ്കാരമുണർത്തുന്ന വെല്ലുവിളികളുടെ മധ്യത്തിൽ ഭൗതികതയുടെ പുതിയ മേഖലകൾ വെട്ടിത്തെളിച്ച് സുഖലോലുപതയുടെ വിത്തുകൾ പാകിമുളപ്പിച്ച് നേട്ടങ്ങളുടെ സ്വപ്ന കൊട്ടാരങ്ങൾ പണിതീർക്കുവാൻ ആവേശം കൊള്ളുന്ന മനുഷ്യകുലത്തിന് ഒരു വെളിപാടിൻ്റെ സന്ദേശമാണ് ദേനഹ തിരുനാൾ നൽകുന്നത്. ബൗദ്ധിക തലത്തിൽ ഗവേഷണം നടത്തുന്നവർക്കല്ല, മറിച്ച് ഹൃദയത്തിൽ പ്രകാശമുള്ളവർക്കാണ് ക്രിസ്തു രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പ്രത്യക്ഷീകരണം അനുഭവമാവുക. പരിശുദ്ധ സഭ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ദേനഹ തിരുനാളിൻ്റെ സ്മരണ ആഘോഷിക്കുകയാണല്ലോ. ദേനഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം, വെളിപാട്, പ്രത്യക്ഷവൽക്കരണം എന്നൊക്കെയാണ്. സൃഷ്ടികർമ്മത്തിൽ ജലത്തിനു മീതെ ചലിച്ചിരുന്ന ദൈവചൈതന്യം യോർദാൻ കരയിൽ പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന പിതാവിൻ്റെ സാക്ഷ്യപ്പെടുത്തലിലൂടെ പിതാവ് പുത്രനെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി. യോർദാൻ നദിയിൽ വെച്ച് ഈശോ സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതും തുടർന്ന് ദൈവപുത്രനാണ് എന്ന് സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ വെളിപ്പെടുത്തലും അനുസ്മരിച്ചുകൊണ്ടാണ് ദേനഹ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുന്നത്. ദൈവപുത്രനായ മിശിഹായെ ലോകത്തിൻ്റെ മുമ്പിൽ പരസ്യമായി വെളിപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവമാണല്ലോ ഈശോയുടെ മാമോദീസ. അതെ, ത്രിയേക ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കിട്ടിയ ദിവസം. കേരള സഭയുടെ പാരമ്പര്യത്തിൽ പിണ്ടികുത്തി തിരുനാൾ അല്ലെങ്കിൽ രാക്കുളി തിരുനാൾ എന്നും ഇത് അറിയപ്പെടുന്നു. പാപത്താൽ മലിനമാക്കപ്പെട്ട പഴയ മനുഷ്യനിൽ നിന്നും ശുദ്ധമാക്കപ്പെട്ട് പുതിയ മനുഷ്യനായി മാറ്റപ്പെടുന്നതിനെയും ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ പിഞ്ചെന്ന് ലോകം മുഴുവൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രകാശം പരത്തുവാനുമുള്ള വിശ്വാസികളുടെ ദൗത്യത്തെയും ദേനഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മത്തായി സുവിശേഷം 5-16 വാക്യത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദേനഹ തിരുനാൾ വിട്ടുകൊടുക്കലിൻ്റെയും ചെറുതാകലിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും തിരുനാളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മാമോദീസ സ്വീകരിച്ച എല്ലാവരും പ്രകാശമായ ക്രിസ്തുവിന് വാക്കിലൂടെയും ജീവിതത്തിലൂടെയും സാക്ഷ്യം വഹിക്കണമെന്ന്. ദൈവം വൈദ്യനെങ്കിൽ വിശ്വാസം ഔഷധമാണ്. ദൈവിക നന്മയും മനുഷ്യൻ്റെ വിശ്വാസവും സമ്മേളിക്കുന്നിടത്ത് ദൈവിക വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും. മാമോദീസയിലൂടെ തിരുസഭയുടെ ഹൃദയത്തിൽ രൂപം കൊണ്ട നാം എല്ലാവരും ദൈവമക്കളാണ്. എന്നാൽ ഈ ബോധ്യം എത്രമാത്രം ദൈവമക്കളായ നമുക്കുണ്ട് എന്ന് ഈ അവസരത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഈശോയുടെ ജ്ഞാനസ്നാന അവസരത്തിൽ നടന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രത്യക്ഷീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പാപക്കറകളിൽ നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലരാവുകയും ഈശോ മിശിഹായുടെ സ്നാനത്തോട് താതാത്മ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഈ ദേനഹ തിരുനാളിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.